തദ്ദേശ സ്ഥാപനങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്ന വികസന സദസ്സിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം അഴീക്കോട് 27-ന് അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് അഴീക്കോട് നടന്നതെന്ന് കെ.വി. സുമേഷ് എം.എൽ.എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രാദേശിക സർക്കാരുകളായ തദ്ദേശ സ്ഥാപനങ്ങൾ ജനങ്ങളുമായി ആശയസംവേദനം നടത്തി വികസന പ്രവർത്തനങ്ങളിൽ ഇനി നടപ്പാക്കേണ്ട പദ്ധതികൾ സംബന്ധിച്ച് അഭിപ്രായം രൂപീകരിക്കലാണ് വികസന സദസ്സിന്റെ ലക്ഷ്യമെന്ന് കെ.വി. സുമേഷ് എം.എൽ.എ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന തദ്ദേശ സ്ഥാപനം അഴീക്കോടാണ്. 5654 കോടി രൂപയുടെ ഗ്രീൻഫീൽഡ് തുറമുഖം, നബാർഡിന്റെ 26 കോടി രൂപ ചെലവിൽ അഴീക്കോടൊരുങ്ങുന്ന മലബാറിലെ ഏറ്റവും വലിയ ഹാർബർ, അന്തർദേശീയ ബ്ലൂ ഫ്ലാഗ് നേട്ടം കൈവരിച്ച ചാൽ ബീച്ച് എന്നിവ അഴീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ നേട്ടങ്ങളിൽ എടുത്തു പറയേണ്ടതാണെന്നും കെ.വി. സുമേഷ് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സർക്കാരും തദ്ദേശ സ്ഥാപനവും നടത്തിയിട്ടുള്ള വികസനങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ആ വികസനങ്ങളോടുള്ള അവരുടെ അഭിപ്രായം ശേഖരിക്കുകയും ഒരു വികസന സദസ്സാണ് ഉദ്ദേശിക്കുന്നത്. വികസന ചർച്ച ആ പഞ്ചായത്തിൽ ഇപ്പോൾ ചെയ്ത വികസന പദ്ധതികൾക്കും അടുത്ത സെക്കൻഡ് ഘട്ടമായിട്ട് ആ പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ട വികസന പദ്ധതികൾ എന്നുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഈ വികസന സദസ്സിൻ്റെ പ്രധാനമായ ഉദ്ദേശം. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലം ഒരുപക്ഷെ നമ്മുടെ ജില്ലയിൽ നടന്നിട്ടുള്ള ഒരു വലിയ വികസന മുന്നേറ്റത്തിൻ്റെ ഒരു ഉദാഹരണമാണ് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത്. കാരണം അവിടെയാണ് ഗ്രീൻഫീൽഡ് പോർട്ട് പദ്ധതി ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. നാളിതുവരെ പോർട്ടെന്ന് പറയുകയും ഇങ്ങനെ ഡിസ്കഷൻ നടക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ പദ്ധതി അംഗീകരിച്ച് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിന് സമർപ്പിച്ചു കഴിഞ്ഞു. അഴീക്കോട് ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ പോർട്ട് അത് 5654 കോടി രൂപ ഇപ്പോൾ വകയിരുത്തി സർക്കാർ അതിന്. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ ചാൽ ബീച്ച് ടൂറിസം അത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ആ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളുണ്ട്. ഒരു ബീച്ചായി ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ ഇൻ്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് ഏജൻസി നിങ്ങൾക്കറിയാം, അവിടെ നമ്മുടെ മലബാറിലെ ഏറ്റവും വലിയ ഹാർബർ അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാകാൻ പോവുകയാണ്. മത്സ്യത്തൊഴിലാളി മേഖലയാണ്, മത്സ്യമേഖലയിലുള്ള ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് വിശേഷിച്ച് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് എന്നത്. കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും അതിന് ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനുമുള്ള വേദിയായി വികസന സദസ്സ് മാറുമെന്നും എം.എൽ.എ പറഞ്ഞു. പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നതിന് ഓപ്പൺ ഫോറം, സംഗ്രഹ ചർച്ച എന്നിവയും സദസ്സിൽ ഉണ്ടാകും. ചർച്ചയിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് സംസ്ഥാനത്തിന്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളിൽ പരിഗണിക്കും. സ്ത്രീകൾ, യുവാക്കൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരെ ഉൾപ്പെടുത്തി ജനപങ്കാളിത്തത്തോടെയാണ് ജില്ലയിൽ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത്. 27-ന് രാവിലെ 10 മണിക്ക് അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്യുമെന്നും കെ.വി. സുമേഷ് എം.എൽ.എ അറിയിച്ചു. ജനപ്രതിനിധികൾക്ക് പുറമെ വിശിഷ്ട വ്യക്തികൾ, സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർ എന്നിവരും പങ്കാളികളാകും. സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെ ചിത്രപ്രദർശനം വികസന സദസ്സിൽ ഒരുക്കും. അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. അജീഷ്, ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി. ശ്രുതി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സീനിയർ സൂപ്രണ്ട് ഷാജി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.